RSS നേതാക്കളെ കണ്ടത് മാത്രമാണ് താൻ ചെയ്തു തെറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനു മുന്നിൽ കുറ്റസമ്മതം നടത്തി ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ADGP അജിത് കുമാറിന്റെ ശ്രമങ്ങൾ പൊളിച്ചത് സംസ്ഥാന വിജിലൻസ് ആസ്ഥാനവും സംസ്ഥാന പോലീസ് മേധാവിയും തന്നെയാണ്. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കീഴടങ്ങി. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ കടുത്ത ശുപാർശ ഒടുവിൽ സർക്കാർ അംഗീകരിച്ചു കൊടുത്തു. അതും ആഴ്ചകളോളം DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയ ശേഷം മാത്രം. പക്ഷേ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അജിത് കുമാറിനെതിരായ അന്വേഷണ ശുപാർശയിൽ അടയിരുന്നു. ഒടുവിൽ ബുധനാഴ്ച വിജിലൻസ് മേധാവി തന്റെ അവധി റദ്ദാക്കി തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതോടെയാണ് അന്വേഷണ നടപടികൾക്ക് ചൂടുപിടിച്ചതും അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് തീരുമാനമായതും. ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനം, കെട്ടിട നിർമ്മാണം തുടങ്ങിയ ആരോപണങ്ങൾ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരും. സസ്പെൻഷനിലുള്ള SP സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണമുണ്ടാകും. അതേസമയം PV അൻവർ ഉന്നയിച്ച മറ്റ് ആരോപണങ്ങളിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി എന്തായെന്ന് പോലും സർക്കാർ പുറത്തുവിടുന്നുമില്ല. അതിനിടെ PV അൻവർ ഇപ്പോൾ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാതെ വിശ്രമത്തിലാണ്. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ആരോപണങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നാണ് അൻവറിന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ഇതിനിടെ കഴിഞ്ഞ ദിവസം വീണ്ടും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അൻവർ പരാതി നൽകി എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്തായാലും അജിത് കുമാറിനെതിരെ വിജിലൻസ് എത്ര ശക്തമായി അന്വേഷണം നടത്തിയാലും അത് വിജിലൻസ് കോടതിയിലേക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായി കൈമാറണോ എന്ന കാര്യത്തിൽ തീരുമാനം പിണറായി വിജയന്റെ തന്നെയാണ്. ആ തീരുമാനം എന്തായിരിക്കും, ഏത് വഴിക്കാകും പോകുകയെന്ന് അജിത് കുമാറിനെ രക്ഷിക്കാൻ തന്നെയായിരിക്കുമെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ടാണല്ലോ അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADP സ്ഥാനത്ത് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും CPM-ഉം. MR അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ കൂടിയായ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് കഴിഞ്ഞയാഴ്ചയാണ് സാമ്പത്തിക ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയത്. ഇവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA പിന്നീട് പ്രത്യേക സംഘത്തിന് മൊഴി നൽകിയപ്പോഴാണ് അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനമടക്കം സാമ്പത്തിക ആരോപണങ്ങളും ഉന്നയിച്ചത്. ഈ മൊഴി പരിശോധിച്ച ശേഷമാണ് അതിലെ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് DGP സർക്കാരിന്റെ അനുമതി തേടിയതും. വിജിലൻസ് അന്വേഷിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്: MR അജിത് കുമാർ തലസ്ഥാനത്ത് കോടികൾ മുടക്കി ആഡംബര ഭവനം നിർമ്മിക്കുന്നതിന്റെ സോഴ്സ്, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് വളപ്പിലെ മരമുറി, ഓൺലൈൻ സ്ഥാപന ഉടമയ്ക്കെതിരെയുള്ള കേസിലെ കൈക്കൂലി വാങ്ങൽ, MR അജിത് കുമാറും SP സുജിത് ദാസും ഡാൻസ് ഓഫ് ടീമും അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചത്. വിജിലൻസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്: MR അജിത് കുമാർ തലസ്ഥാനത്ത് കോടികൾ മുടക്കി ആഡംബര ഭവനം നിർമ്മിക്കുന്നതിന്റെ സോഴ്സ്, പിന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെ വിവാദമായ മരമുറി, ഓൺലൈൻ സ്ഥാപന ഉടമയ്ക്കെതിരെയുള്ള കേസിൽ കൈക്കൂലി വാങ്ങിയത്, MR അജിത് കുമാറും SP സുജിത് ദാസും ഡാൻസ് സ്റ്റാഫ് ടീമും അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചത്, സ്വർണം തട്ടിയെടുത്തതായി അജിത് കുമാറിനും സുജിത് ദാസിനും ഡാൻസ് ഓഫ് ടീമിനും എതിരെ ഉയർന്ന ആരോപണങ്ങൾ. ഇവയെല്ലാം വിജിലൻസിന്റെ പ്രത്യേക സംഘം രൂപീകരിച്ചാകും അന്വേഷണം നടത്തുക. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അൻവറിന് തന്നെ മുണ്ടാട്ടമില്ലാതായ അവസ്ഥയിൽ പ്രതിപക്ഷവും ഇപ്പോൾ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല.